കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഷോയ്ക്ക് നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം ബാക്കി. മന്ത്രി എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികളും സിനിമാ സീരിയൽ താരങ്ങളും പങ്കെടുക്കുന്ന അവാർഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കുടുംബശ്രീ പ്രവർത്തകരും സിനിമാ സീരിയൽ താരങ്ങളും അവതരിപ്പിക്കുന്ന മെഗാ ഷോയും അരങ്ങേറുന്നുണ്ട്. പരിപാടിയുടെ മുന്നോടിയായി നടന്ന റിഹേഴ്സൽ ക്യാമ്പിലെ ഏതാനും ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കാണുന്നു. റിയാസ് KMR അവിടെ നിന്ന് ചേരുകയാണ്. റിയാസ് KMR, റിഹേഴ്സൽ ക്യാമ്പിൽ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ള വലിയ ആവേശമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നിമിഷങ്ങളുടെ ഇടവേള മാത്രമേ ഉള്ളൂ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഷോയ്ക്ക് ഇനിയുള്ളത്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ, എന്തൊക്കെയാണ് ആവേശങ്ങൾ, പറയൂ. തീർച്ചയായും MS, ഇത് ഈ റിഹേഴ്സൽ ക്യാമ്പിൽ കണ്ടത് വെറുമൊരു സാമ്പിളാണ്. ഇനി ഒറിജിനൽ പൂരം അരങ്ങേറാൻ പോവുകയാണ്. അതേക്കുറിച്ച് എന്തായാലും നമ്മുടെ കേരള വിഷൻ ന്യൂസിൻ്റെ ചെയർമാനും MDയും തന്നെ നേരിട്ട് പറയട്ടെ. ചെയർമാൻ, എങ്ങനെയാണ് എന്നാണ് MS ചോദിക്കുന്നത്. ഇതിൻ്റെ ഈ സാമ്പിൾ തന്നെ നമ്മൾ റിഹേഴ്സൽ ക്യാമ്പിൽ കുറച്ച് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. അത് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ഏതാണ്ട് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇതൊരു ആഘോഷമാക്കാനായിട്ട് കേരള വിഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും കുടുംബശ്രീകൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്ന് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ഇതിന് വലിയൊരു വിപുലമായ പരിപാടികളോടെ തുടക്കം കുറിച്ചാൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇനി ഒരു ഉത്സവ കാലമാക്കി മാറ്റാനാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. തീർച്ചയായും ചെയർമാൻ PSCBക്കൊപ്പം തന്നെ MD പ്രിജേഷ് ആച്ചാണ്ടിയുണ്ട്. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത്? ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഉത്സവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം 14 ജില്ലകളിലും കേരള വിഷൻ്റെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും 14 ജില്ലയിലും ഇത്തരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരൊരു ക്യാമ്പയിൻ പൂർത്തിയാക്കാൻ പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത 10 കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒരു പുരസ്കാരവും അതുപോലെ ക്യാഷ് അവാർഡൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി കേരള വിഷൻ ഒരുക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളിലെ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളുടെ അവരെ പ്രത്യേകം പരിശീലിപ്പിച്ച് കേരള വിഷൻ്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ച പ്രത്യേക പരിപാടിയും ഇതിനോടനുബന്ധിച്ച് അരങ്ങേറുന്നുണ്ട്. അത്തരം പരിപാടികളും ടെലിവിഷനിൽ ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ കോഴിക്കോട് ഈ പരിപാടി ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വിജേഷേട്ട, ഈ പ്രത്യേകിച്ച് സിഒയുടെ ഇതുപോലെ ജനകീയമായ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ടെലിവിഷൻ ചരിത്രത്തിൽ ഒരുപക്ഷെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കേരള വിഷൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വന്നത് വലിയ നന്നായി. മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം ഇതിൻ്റെ ജൂറി അംഗങ്ങളൊക്കെ പറഞ്ഞത് അവർ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഇതൊരു നമ്മൾ സാധാരണ നമ്മൾ സമൂഹത്തിൽ അറിയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് വലിയ ആഴത്തിലുള്ളൊരു സാധ്യത ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കുടുംബശ്രീ മേഖലയിൽ അവരും വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങളെ ഇത്തരത്തിലേക്ക് പരിഗണിക്കുകയും ഞങ്ങളുടെ ആ ശ്രമം പുറത്തു കൊണ്ടുവരാനോ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ തയ്യാറായതിൽ അവർക്കും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ കേരള വിഷൻ്റെ ആ ജനകീയ പ്രസ്ഥാനത്തെ കുറേയും കൂടി ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. MS, ഇവിടെ മറ്റ് ആളുകളുമുണ്ട്. രജനീഷ് സാറുണ്ട്, ഒപ്പം തന്നെ ഷുക്കൂർ കോളിക്കര സാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുമുണ്ട്. ഒപ്പം യെല്ലോ ക്ലൗഡ്സിൻ്റെ സാരഥിയായിട്ടുള്ള ആളുണ്ട്, ശിവപ്രസാദ് സാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ഇതിൻ്റെ ഓരോ പ്രവർത്തനത്തിനും വളരെ സജീവമായി ചുക്കാൻ പിടിച്ച് ഇവിടെ ഓടി നടക്കുകയാണ്. എല്ലാം തന്നെ ഇവിടെ അന്തിമമായ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ റിഹേഴ്സലെല്ലാം പൂർത്തീകരിച്ചു. ഇനി അല്പസമയം
അല്പസമയത്തിനകം വനമന്ത്രി എ കെ ശശീന്ദ്രൻ അദ്ദേഹം 5 മണി കഴിഞ്ഞ് തുടങ്ങുന്ന പരിപാടിയിൽ വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് ഈ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാതല പരിപാടി, അത് കോഴിക്കോട് വെച്ച്, സാഹിത്യ നഗരിയായ കോഴിക്കോട് വെച്ച് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള തളി കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിലാണ് ഈ പരിപാടി ഇതിന് നാന്ദി കുറിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏറ്റവും വലിയ കരുത്തുറ്റ പ്രസ്ഥാനമായ കുടുംബശ്രീയെ നന്മയുടെ നേരിൻ്റെ വാർത്താപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കേരള വിഷൻ ന്യൂസ് ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ പ്രസ്ഥാനത്തിനുള്ള ആദരവായി മാറുന്നു. കേരളത്തിലെ വനിതകൾക്കുള്ള ഏറ്റവും വലിയ ആദരവായി മാറുകയാണ്. മിസ് റിയാസ് കെ.എം.ആർ, ഈ കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന അവരുടേത് മാത്രമായ ഒരു പരിപാടി ഇത് കഴിഞ്ഞിട്ട് ആഘോഷപൂർവ്വമുണ്ടല്ലോ, ആ പരിപാടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ഏറ്റവും വലിയ കലാപ്രകടനങ്ങളും സന്തോഷ നിമിഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ കഴിയുന്നതാണല്ലോ അത്. തീർച്ചയായും, കാരണം കുടുംബശ്രീ പ്രസ്ഥാനം അത് കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകിയ ഒരു പ്രചോദനമുണ്ട്. കേവലം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കഴിയുമായിരുന്ന സ്ത്രീകളെ സമൂഹത്തിൻ്റെ പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അത് വഹിച്ച പങ്കുണ്ട്. അതിൽ നിരവധി കലാകാരികളും ഒക്കെ പിറവിയെടുക്കുന്ന ഒരു സാഹചര്യം അവരുടെ അവസരങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വലിയ പ്രകടനം അത് എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട ഒരു സസ്പെൻസായി തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ വെക്കുകയാണ്. ഒപ്പം അതുമാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ, സീരിയൽ താരങ്ങളൊക്കെ ഈ പരിപാടിക്ക് കൊഴുപ്പേകാൻ വലിയൊരു മെഗാ ഷോയുമായി എത്തുന്നു. ജനപ്രതിനിധികളുണ്ട്, മന്ത്രിയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വലിയൊരു ഗ്രാൻഡ് ഫിനാലെ ഈ വർഷം അവസാനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോകുന്നു. ആ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നാന്ദി കുറിക്കൽ കൂടിയാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്നത്. ഇനി 14 ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ഓരോ ജില്ലയിലും 10 വീതം കുടുംബശ്രീ ചെറുകിട സൂക്ഷ്മ സംരംഭക രംഗത്തെ 10 വീതം മികച്ച സംരംഭങ്ങളെ തെരഞ്ഞെടുത്ത് അതിന് പ്രോത്സാഹനമായി ഈ പുരസ്കാരം സമ്മാനിക്കുമ്പോൾ അത് ഇനി ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കൂടി പ്രചോദനമാണ് എന്നതാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. സാധാരണക്കാർക്കെല്ലാം പ്രവേശനം ആയിട്ടുള്ള ഒന്നല്ലേ ഇത്? തീർച്ചയായും ഇത് ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഇടപെടുന്ന ചാനൽ കൂടിയാണ് കേരള വിഷൻ ന്യൂസ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇവിടേക്ക് കടന്നു വരാം, ഈ പരിപാടി ആസ്വദിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തന്നെ ഇവിടെ കാണാം കുടുംബശ്രീയുടെ ഏറ്റവും കരുത്തുറ്റ വനിതാ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, സാധാരണ വീട്ടമ്മമാർ ഇതാ അവർ മുൻനിരയിൽ തന്നെ ഇടം പിടിക്കുകയാണ്. വളരെ നേരത്തെ, ഇനി പരിപാടി തുടങ്ങാൻ ഇനി ഏകദേശം 1 മണിക്കൂറിലധികമുണ്ട് എങ്കിൽ കൂടിയും ഇതാ ഇപ്പോൾ തന്നെ അവർ ഇവിടെ ഇടം പിടിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് ഏറെ ആവേശകരമായ ഒരു നിമിഷമാണ്. കുടുംബശ്രീ പ്രസ്ഥാനം, അവരെ വളർത്തിയ അല്ലെങ്കിൽ അവർ നെഞ്ചേറ്റിയ കുടുംബശ്രീ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇവിടെ ആദരിക്കപ്പെടുന്നു. ഇന്ന് കേരളത്തിൻ്റെ മുൻപിൽ, കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ, ലോകത്തിന് മുൻപിൽ കുടുംബശ്രീ പ്രസ്ഥാനം കേരള വിഷൻ ന്യൂസിലൂടെ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയൊരു ചരിത്ര നിമിഷമാണ്. ആ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകാൻ ഇവിടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ കലാകാരികൾ നേരത്തെ തന്നെ എത്തി. അവരുടെ റിഹേഴ്സൽ പൂർത്തിയാക്കി അവരിപ്പോൾ അവരുടെ മേക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എത്ര മണിക്കാണ് ഇത് ആരംഭിക്കുക? ഇത് അവിടെ ജൂബിലി ഹാളിൽ എത്താൻ കഴിയാത്ത പ്രേക്ഷകർക്ക് കേരള വിഷൻ ന്യൂസിലൂടെയും കേരള വിഷന്റെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും തത്സമയം ഈ പരിപാടി കാണാമല്ലോ. എത്ര മണിക്കായിരിക്കും ഇത് ആരംഭിക്കുക? 5 മണിക്ക് ശേഷം 10 മണി വരെയാണ് ഈ പരിപാടി തുടങ്ങുക. 5:30 വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ തുടർച്ചയായ പരിപാടികളായിരിക്കും. ഇതിൻ്റെ മിഴിവും മികവും ഒട്ടും ചോരാതെ കേരള വിഷൻ ന്യൂസിലൂടെ തത്സമയം കേരള വിഷൻ ന്യൂസ് ചാനലിലൂടെയും കേരള വിഷൻ ന്യൂസ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും എല്ലാം തന്നെ തത്സമയ സംപ്രേഷണം ഉണ്ടാകും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനം വളർത്തിയെടുത്ത ലക്ഷക്കണക്കിനായ വനിതകളുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ ഇവിടെ കോഴിക്കോട് എത്താൻ പറ്റാത്ത കുടുംബശ്രീയുടെ പ്രവർത്തകർ, കുടുംബശ്രീയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള ആളുകൾ എന്നിവർക്കെല്ലാം തന്നെ തത്സമയം ഇന്ന് രാത്രി 10 മണി വരെ ഇവിടെ അരങ്ങേറുന്ന ഈ അവാർഡ് ഷോയും ആ മെഗാ ഷോയും, കലാപരിപാടികൾ അടങ്ങിയ ആ മെഗാ ഷോയും ആസ്വദിക്കാനുള്ള ഒരു വലിയ ഒരു അവസരം കൂടി കേരള വിഷൻ ന്യൂസ് ഒരുക്കുകയാണ്.
ഒരുക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ ചാനൽ കാണുക. വൈകിട്ട് 5:30 മുതൽ രാത്രി 10 വരെ അതിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ കേരള വിഷൻ ന്യൂസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തത്സമയം ലൈവായി കാണുകയും ചെയ്യാം. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഷോയ്ക്ക് ഇനി അധികം സമയമില്ല. 5:30 മണിയോടുകൂടി തത്സമയം അതിൻ്റെ ആഘോഷ പരിപാടികളും അവാർഡ് വിതരണവും സിനിമ സീരിയൽ താരങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികളും എല്ലാം കാണാൻ കഴിയും.